പ്രത്യാക്രമണവും കൊണ്ട് കലുഷിതമാണ് പശ്ചിമേഷ്യ. ഇറാന്റെ സൈന്യം ഇനിയും തലപൊക്കിയാൽ അടിച്ചൊതുക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ നൽകിയിരിക്കുന്നത്. അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും ഇറാനെ പിടിച്ചുകെട്ടാൻ ട്രംപിന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുകയാണ്. ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സൈന്യത്തോട് ആയുധങ്ങൾ ഉപേക്ഷിക്കുവാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് തന്റെ മുന്നറിയിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ബാർക്ക് ദ്വീപാകട്ടെ അത് വലിയ രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതായി തന്നെ ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ എണ്ണ ടെർമിനലുകൾ നിലവിൽ സുരക്ഷിതമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ബാർക്ക് ദ്വീപിലെ ആ ഒരു ടെർമിനലിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഹോർമോസിലൂടെയുള്ള കപ്പൽ സഞ്ചാരം തടഞ്ഞാൽ ഖാർഗിലെ എണ്ണ ടെർമിനലുകൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നും ഇറാനിൽ ഭരണമാറ്റത്തിന് വെല്ലുവിളികൾ ഉണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത്. അതേസമയം സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുകയാണ്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് വലിയ രീതിയിലുള്ള പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖൊമേനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ അത് നൽകുന്നവർക്ക് അമേരിക്ക $10 ലക്ഷം നൽകുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 92.4% വരുന്ന അതായത് ഈ പൈസ അവിടെ നൽകും എന്നതാണ്. അതായത് ഇത്രയും രൂപ അവിടെ നൽകുമെന്നും പറയുന്നു. ഇറാന്റെ നേതൃത്വം ഭൂഗർഭ അറകളിൽ ഭീതിയോടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് എന്നതാണ് US പ്രതിരോധ സെക്രട്ടറി അവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുകയും ചെയ്ത ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിവിധ ഘട്ടങ്ങളെ നയിക്കുന്ന വ്യക്തികളാണിത്. ഇവരെക്കുറിച്ചോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അതായത് ഇറാന്റെ നേതാക്കളെ പറ്റിയോ ഏതെങ്കിലും വിവരം ലഭ്യമാവുകയാണെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഇതിന് ഞങ്ങൾ തരും എന്നതാണ് ഇപ്പോൾ ഇവിടെ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എക്സിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി, പരമോന്നത നേതാവിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസർ എന്ന വ്യക്തി, അതുപോലെ മറ്റ് നേതാക്കളെ എല്ലാവരും തന്നെ, അതായത് മാത്രമല്ല ചിത്രങ്ങളില്ലാത്ത ലഭ്യമാകാത്ത നേതാക്കൾ പോലും അവരുടെ പേര് വിവരങ്ങൾ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. US ഇസ്രായേൽ ഇറാൻ സംഘർഷം 3 ആഴ്ചയിലേക്ക് കടന്നതോടുകൂടി തന്നെ ഇത് പാരിതോഷിക പ്രഖ്യാപനമായി തന്നെ കണക്കാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.